Hey guys, welcome back to Chaos. ഇന്നത്തെ ചലഞ്ച് ഷോർട്ടസ്റ്റ് ബൈറ്റ് ചലഞ്ച്. അതായത് നമുക്കൊരു ഫുഡ് ഐറ്റം തരും. നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എത്ര ബൈറ്റിനുള്ളിൽ ഈ ഫുഡ് ഐറ്റം തീർക്കാന്ന്. ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിൾ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു എനിക്കിതൊരു 5 കടിയിൽ തീർക്കാന്ന് ഞാൻ പറയാണ്. പക്ഷെ 5 കടിക്ക് കൂടുതലാണ്. ഞാൻ 6ാമത്തെ കടി എടുത്തിട്ടാണ് ആപ്പിള് ഞാൻ കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എലിമിനേറ്റ് ആയി. പക്ഷെ 5 കടിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ 5 കടിയോ അല്ലെങ്കിൽ 3 കടിയിലോ 4 കടിയിലോ ഞാൻ അത് ആപ്പിൾ തീർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ. സോ എല്ലാവർക്കും സെയിം ഫുഡ് ഐറ്റംസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ ഓരോ ദിവസം ഇടവിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. കാരണം എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് ഞാനൊരു 3 ദിവസം ലീവായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു. ഇവന്മാരാണെങ്കിൽ ഇവന്മാരെ എന്നെ പറ്റി കുറെ അപവാദങ്ങളൊക്കെ പറഞ്ഞു ഞാൻ കേട്ട്. എനിക്ക് മറ്റേതാണ് മറിച്ചാണ് അങ്ങനെ ഒരു തേങ്ങയില്ല. ബിക്കോസ് ഐ എം എ സ്ട്രോങ് ബോയ്. ഐ എം റൈമണ്ട്. എന്തൊക്കെയോ സ്നഗ്ഗിയുടെ കഥ പറയുന്നുണ്ട്. എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാത്തിനോടും ഞാനുണ്ടോ കുരു നിനക്ക്. So guys, let's go to the video. So guys, നമ്മൾ ഓരോ റൗണ്ടിലും ഏറ്റവും കുറവ് ബൈറ്റ് എടുക്കുന്ന ആളായിരിക്കും. അപ്പൊ അവർക്ക് 1 പോയിന്റ് കിട്ടും. So guys, എല്ലാ റൗണ്ടും കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നതാണോ അവർക്ക് 2000. കുഞ്ഞുവായ വെച്ച് ഞാൻ എന്നാ ചെയ്യാനാ? നിനക്ക് കുഞ്ഞുവായ ഇത് ഞങ്ങളുടെ പ്രശ്നമാണോ? വായ തുറക്കാൻ എല്ലാ ദിവസവും ഡെയിലി എക്സസൈസ് ചെയ്യും. അല്ലാണ്ട് പിന്നെ കുഞ്ഞുവായാണോ തേങ്ങയാണോ മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് അല്ല ബോഡി ഷെയിം ആര് ബോഡി ഷെയിം? ചെറിയ നീ തന്നെ പറഞ്ഞു നീ ചെറിയ വായാണ്. പിന്നെ ഞങ്ങളത് വീണ്ടും പറഞ്ഞു അതിലെങ്ങനെ ബോഡി ഷെയിം കാടക്കല്ലേ കൊമ്പോ വേനെടുത്തു നിങ്ങൾ കമന്റ് ബോക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വളരെ നിങ്ങള് ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കരുത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാരും ചങ്കുകളാ. നമ്മള് തമ്മിൽ യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഈ ചലഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊക്കെ ഗെയിമേഴ്സ് ആണ്. അപ്പൊ ഗെയിമിന്റെ സ്പിരിറ്റിൽ ഓരോ ഗെയിം എടുക്കുന്നതാണ്. അല്ല നമ്മള് ഇവിടെ വലിയ ആൾക്കാരുണ്ട് പറയാനായിട്ട്. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും ഗെയിമിൽ മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ പറഞ്ഞോട്ടെ മര്യാദക്ക്. നമ്മളപ്പോ അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ മൈൻഡിലാണ് നമ്മൾ ഗെയിം കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കൊമ്മന്റെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഗോവിന്ദ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മോശപ്പെട്ട വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ഞങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമാണ് നിങ്ങൾ. കാരണം കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തീർക്കണ്ടേ. ഇവരെ പറ്റി നിങ്ങളെ ഹെൽത്തി ആയിട്ട് എന്ത് വേണമെങ്കിലും കമന്റ് ബോക്സിൽ ഇട്ടാ. പക്ഷെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ചീത്ത വിളിക്കണ്ട. അത് ഭയങ്കര അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നമില്ല. നിങ്ങളിത് കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമം. നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. സോ വളരെ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു. അപ്പൊ നമ്മളത് കാണുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൂടുമ്പോൾ നമുക്കതൊരു വിഷമമാണ്. ഐ മീൻ അവിടെ ഒരു ഭിന്നിപ്പാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് നമുക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളെ ഒറ്റക്കെട്ടായിട്ട് വേണം വീട്ടോക്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. So guys, let's go to the video. So guys, first round കൊലയല്ല ഏത്തക്കായ. ഏത്തക്കൊല ഇത് ഹായ് നൈക്കി. അയ്യാതെങ്ങനെ നൈക്കിയാവണേ? ആക്ച്വലി ഇതാണ് നൈക്കി. ഇത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതാണ് കറക്റ്റ് നൈക്കി. ഇതാണ് നൈക്കി കറക്റ്റ്. ഇത് ഇപ്പൊ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത് എത്ര ബൈക്കിൽ തീർക്കാൻ പറ്റും? ഇതാണ് നൈക്കി. ഓ സമ്മതിച്ചു രാജാവേ. 1, 2, 3 തീർക്കാം.
4 ഓക്കെ. അല്ലല്ല അത് പറഞ്ഞോ ആ. അങ്ങനെ കടിക്കണോ? ആ പിന്നെ അങ്ങനാണെങ്കിൽ 3. 3 നീ ബ്രോ എന്താ അവിടുന്ന് പറഞ്ഞു അവിടെ ഞാൻ 2 2 വീടിൽ തീർക്കൂത്. ഞാൻ 2 വീട്ടിൽ തീർക്കും. ഓക്കെ 1 2 3 4 5 5 പറഞ്ഞോ 4 4 അഞ്ചാണോ ഞാൻ 4 സ്റ്റാർട്ട് ചെയ്യാം. ബ്രോ ഇതെന്താണ് ഇത് അത് ഇതെങ്ങനെയാണ് ഗൂഗിൾ പേ വരും. അല്ല ഇതെങ്ങനെ ഇതെങ്ങനെ സംഭവം എങ്ങനെയാ? ഇത് ഏറ്റവും കൂടുതൽ പോയിന്റ് ഇല്ല, റൗണ്ടിൽ ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് കിട്ടുമല്ലോ. അത് ഏറ്റവും അവസാനം ആകുമ്പോൾ ഒരു പോയിന്റ് എത്തുമല്ലോ. അത് ഏറ്റവും കൂടുതൽ അതിനകത്ത് ജയിക്കുന്ന ആൾക്ക് ജയിക്കുന്ന ആൾക്ക് 2500 രൂപ ഗൂഗിൾ പേ. ഗൂഗിൾ പേയില് 2500 കിട്ടും അല്ലേ? അങ്ങനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കാശ് നമുക്ക് ഓരോരുത്തർ ചെയ്യാം. ചെയ്തു 4 കടിയല്ല ചെയ്തു 3. അല്ലല്ല 4 3 പറയാം ആദ്യം 4 പറഞ്ഞിട്ട് മാറ്റിയായിരുന്നു 3 അടിയിൽ 3 പഴുത്ത പഴമാണല്ലോ. ഇത് 3 കയറ്റിയതല്ലേ. പൊളിക്കാലോ നമുക്ക്. പൊളിച്ചു വയ്ക്കും. ഇത് 3 കടയിൽ തീരൂല്ല. അയ്യോ ജക്കുവിന്റെ 2 കടി എന്ന് പറഞ്ഞാൽ ജക്കുവിന്റെ അപ്പൊ എന്തോ പരിപാടി ഉണ്ട്. ഞാൻ തുടങ്ങട്ടെ. അതെന്താണ് കൊതുപ്പ? അപ്പൊ 3 കടി. നേരെ താനെങ്ങനെ 2 കടിക്ക് തീർക്കുന്നത്? തള്ളി കെറ്റില്ലല്ലോ. ആ മൂന്നാമത്തെ പറ്റി ഈ പറഞ്ഞിട്ട് അധികം ഞാൻ പറഞ്ഞ 3 പേര് ഞാൻ തീർത്തു. ഞാൻ എത്ര പറഞ്ഞ 5 അല്ലേ? 5 തള്ളല്ലേ 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 തള്ളല്ലേ. ആ ഇതിനെ എന്താ വെക്കട്ടെ? എന്ത് തള്ളിക്കറ്റാൻ പറ്റില്ല. പിന്നെ പിന്നെ പുള്ളി തള്ളിക്കറ്റിക്കൊണ്ടിരുന്നാ പോരെ. ഒരു കടി അങ്ങനെ എനിക്ക് ഇതിന് പുള്ളി വയ്ക്കായിരുന്നു. ആണോ? ഞാൻ ഇങ്ങനെ വെച്ചാൽ ഒരു ഇതിന് പക്ഷെ വേറെ സംഭവം ഉണ്ട്. ജയിച്ചാലേ താഴും. അങ്ങനെ അത് വേറെ സംഭവം. 2 വെച്ച് തീർക്കോ? ഞാൻ 5 പറ്റില്ല. 2 വെച്ച് തീർക്കാൻ നോക്ക്. എന്താണ് ഇത് കൊരക, ഇത് ഇടുക്കി കൊരക. ഇത് 3 വെച്ച് തീർക്കും. അത് എന്തിനു പോയത്? പക്ഷെ ഞാൻ മണ്ടത്തരം 3 ബൈറ്റ് തന്നെ തീർക്കാൻ വേണ്ടി നോക്കി. എനിക്ക് തലവേദന ഇത്ര കഴിഞ്ഞു. 3 തീർക്കാം. എനിക്ക് അതെന്നാ അറിയാം, അണ്ണാക്കി കൊണ്ടോണ്ട. അത് എത്ര കടിച്ചാടാ? എനിക്കത് കാണുമ്പോ എന്തോ പോലെ. ഇത് 3 തീർക്കാം. അപ്പൊ തലവേദന കണ്ണ് നിറഞ്ഞ് കഴിച്ച നല്ലതാ. പറ്റില്ലെങ്കിൽ യുവപ്പ് ചെയ്ത് തോന്നുന്നു. പറ്റില്ല. ഇത് നമ്മളൊരു ചാനലിന് ഗിവപ്പ് നമ്മൾ ഗെയിം ഓക്കെ. ഇത് 2 ബൈറ്റ് ആയില്ലേ? തോറ്റാലും ജയിക്കുന്നവരെ നമ്മൾ തോറ്റാലും ജയിച്ചാലോ അവനെ കേറ്റ് 3 തീർക്കും. 4ാമത്തെ ബൈറ്റ്. 4ാമത്തേക്ക് അല്ല 4 പറഞ്ഞു. 5 2 ബൈറ്റ്. പിന്നെ നിങ്ങൾ സൈഡിലോട്ട് കയറ്റടാ. ഇവൻ കാണിച്ചില്ല. സൈഡിലോട്ട് കയറ്റേ. അപ്പൊ ഉള്ളിലോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തോ? ഫുള്ള് ഇറക്കിട്ട് ചെയ്യല്ലോ മണ്ടത്തരം കാണിക്കല്ലേ. അഭി സൈഡിലോട്ട് ആക്കിയിട്ട് ഒറ്റ കടി, നല്ല നീട്ട കടി. പക്ഷെ എനിക്ക് ഈ പല്ല് അപ്പുറത്തെ പല്ല് കടിച്ചായി. ഇവന് പല്ല് പ്രശ്നം, അത് പ്രശ്നം, ഇത് പ്രശ്നം. ഓക്കെ. അത് നല്ലപോലെ ഉള്ളിൽ കയറ്റിക്കോളെ. ചെയ്യടാ. നിന്റെ കഴിഞ്ഞിട്ടില്ല. അതല്ലേ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ. 5 പറഞ്ഞിട്ട് 4 തീർത്തു. 3 2 എടാ നല്ല പടിയാണ്. ജഗ്ഗിനെ പൊടിക്കടേ. പക്ഷെ 2 തീർക്കത്തില്ല. ഞാൻ ചെയ്യാൻ പറ്റേ. ഇങ്ങനെ നമ്മൾ തള്ളുന്ന സമയത്ത് അതിന്റെ ഇറങ്ങിപ്പോയി എന്നെ ചെയ്യും. ഉയ്യോ ചത്തു. ഇവിടെ വരെ പോവും, പിന്നെ ബ്ലോക്ക് ആവും. അപ്പൊ അപ്പൊ ബാക്കി അടിക്കും. ബാക്കി നീങ്ങി അപ്പൊ ഈ തെറിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ വയറ് പിടിച്ച് വെക്കാൻ. ശരി മറ്റേ സാധനം ഇങ്ങനെ അല്ലല്ല തിരിച്ചിട്ട് കൈ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ശരി.
ഫസ്റ്റ് ഇയർ ഉണ്ട്. അപ്പൊ ഒന്നേ ഇത് 3 തീർന്നു കേട്ടോ. ഇത് 3 അല്ല, ഇവൻ ജയിച്ചു. പോയിട്ട് അതിനകത്ത് ചെറിയ പടം നോക്കി എടുത്തല്ലോ. എനിക്ക് തന്നതല്ലേ. എത്ര നീ പറഞ്ഞായിരുന്നേ? 3. 3 4 നീ 4 പറഞ്ഞു. 3 ആ നീ 3. നോക്ക്, ഇത് തന്നെ നോക്കണം. ഞാൻ ഹിപ്നോട്ടൈസ് ആയിട്ട് വരാം. ഹിപ്നോട്ടൈസ് ആവണം. ഓക്കെ ഓക്കെ. എങ്ങനെയാവണേ? ഇത് തന്നെ നോക്കണം. കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടെ. ആ നോക്ക്, ഞാൻ നടത്താൻ പറ്റും. നോക്കട്ടെ. ആ സെക്കൻഡ് ബൈറ്റ്. ഇവിടെ ഇതിന്റെ അതെന്താ തെറ്റിക്കില്ല അവനെ? ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കും. കറക്റ്റ് കറക്റ്റ്. ഞാൻ എന്ത് പറയാ നീ അതുപോലെ എനിക്ക് കടിക്കാൻ പറ്റുന്നില്ലടാ ഇത് വായിലിട്ട് കഴിഞ്ഞിട്ട്. നീ കടിക്കാൻ പറ്റുന്നില്ല വായിലിട്ടിട്ട്. അങ്ങനെയാണോ ചിലർക്ക് പറ്റുള്ളൂ. കുറച്ച് ബുദ്ധിയും കുറച്ച് കഴിവും കുറച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുണ്ട്. അപ്പോഴേക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് നല്ല experience. ഞാൻ പഴം കഴിക്കാറുള്ളൂ. അതെ ഇങ്ങനെ അകത്തേക്ക് കയറ്റിട്ടാണല്ലോ പഴം കഴിക്കണേ. ചിലപ്പോൾ അതെല്ലാം ട്രൈ ചെയ്യണം. അപ്പൊ ഗൈസ്, അപ്പൊ ഈ റൗണ്ടിലെ വിന്നർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജറ്റർ മൈമിയാണ്. സോറി ഞാൻ പയ്യെ ഇരിക്കുന്ന നോക്കിയതാ. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തത്. അപ്രീഷിയേറ്റ് ചെയ്തല്ലേ? നീ പറഞ്ഞത് 3 പറഞ്ഞു. 3 തീർത്തു. ഓക്കെ. പക്ഷെ ഇവിടെ കളി ജയിച്ചു. അതിപ്പോ എന്തിനാ കഴിച്ചേ? ഞാൻ തന്നെ ആ ഓക്കെ SP. Guys, അപ്പം ജറ്റിന് 1 പോയിന്റ് ആയിരിക്കുന്നു. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. നീ എന്നെ തുടർന്ന് അത് പറഞ്ഞില്ല. യു അൺടച്ചബിൾസ് കൗണ്ടർ. ഇതെന്താ Let's go to the next round. ഗൈസ് നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല, ഐസ്ക്രീം. അൽഫോൺസോ മാങ്ങയാണോ? അതാരാണ് എന്നോട് അൽഫോൺസോ മാങ്ങ എവിടെ എഴുതിച്ചാണ് പറഞ്ഞേ? ഇല്ല. ഇല്ലെന്ന് ഇല്ലെന്ന് ഒരു എല്ലാത്ത കാര്യങ്ങളൊക്കെ നീ കാണാൻ പറയണേ. അതെ താൻ ചെക്കനെ പിടിക്കുന്ന. സോറി, അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു. ഇനി ആവർത്തിക്കില്ല. ഇതെല്ലാവർക്കും ഒരു വയറ്റിൽ തന്നെ തീരുമല്ലോ. ആണോ? അതാരെങ്കിലും ഒരു വൈറ്റ് അവിടെ ഒരു എത്ര വൈറ്റ്? ഞാൻ 3 വൈറ്റ്. എന്നാ 3 3. ഉറപ്പാ? അവിടെ ചാവാപ്പൂ. അതെ 2 പിന്നെ 4 5 ശരി. നീ ചാവും. ഇത് guys, ഇത് 10 വയറ്റ്. അവര് അവിടെ എത്ര ഒരു വയറ്റ് തീരത്തില്ലേ? മാസായിട്ട് ഇപ്പൊ ഒരു വൈറ്റ് എന്ന് പറയും. 3 വൈറ്റ് പറഞ്ഞാ 3 വൈറ്റ്. എന്താ ഞാൻ പിടിക്കണ സാധനം പിടിക്കണം നിങ്ങള്. അന്ന് 3.5 വൈറ്റ്. 3.5 വൈറ്റാ. അതെയാ? തുടങ്ങിയോ? അത് തുടങ്ങിയോ? നല്ല ഐസല്ലേ? അയ്യോ ഒന്നുമല്ല, വായിട്ട് കഴിഞ്ഞിട്ടാണ് ബ്രോ ബ്രോ വായിട്ട് കഴിഞ്ഞിട്ട് ബ്രോ പെടാം. അനുഭവിക്കും കേട്ടോ. ബ്രോ പെടുന്ന കേട്ടെ. മണ്ടത്തരം കാണിച്ചല്ലേ ജയിക്കേണ്ടത്. ഇത് വായിക്കത്തിട്ട് കടിക്കണം. അലിപ്പിക്കല്ലേ? അലിപ്പിക്കാൻ പാടില്ല കേട്ടോ. ഒന്നീ വായിക്കത്തിടുക. കടിച്ചോ? കടിച്ചോ. ആ ഇനിയില്ലേ. അപ്പൊ ഒന്നല്ല. ഇച്ചിരി വേദനയുള്ളൂ. തലേ കുറച്ച് വേദനയുള്ളൂ. ഇല്ല എല്ലാ ഞാനൊരു കാര്യം പറഞ്ഞ ഇങ്ങനെ കഴിച്ചാൽ നാളെ ഇയാള് ബെഡില. മണ്ടത്തരം അതിവിടെ ഉണ്ടിനി. കമ്പം തലയ്ക്ക് അത് ഞാൻ പൊളിച്ചു. ഞാൻ 5 വൈറ്റ് പറഞ്ഞാണ്. ഞാൻ 10 വയറ്റിന് തീർക്കത്തുള്ളൂ. എങ്ങനെ നോക്കിയാൽ എന്തൊരുത്താണോ കുറവല്ലേ? അവിടുന്ന് മേടിച്ചിട്ട് എനിക്കൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ട് ഫ്രീസറിൽ വെച്ചേക്കുവായിരുന്നു. എന്റെ പല്ല് പൊളിച്ച് ബ്രെയിൻ റീസായി. നിനക്ക് 3 വൈറ്റ് വേണ്ട, ഞാൻ 3 വൈറ്റ് അതാ ഞാൻ പറഞ്ഞത്. ഓടാണോ ഒറ്റ വൈറ്റ് തീർക്കാതെ കണ്ടാ മതി. 10 വൈറ്റില്ല 2 വൈറ്റില്ല. ഞാൻ പയ്യെ തുറന്നിട്ടോ. 10 വയറ്റ് തീർക്കട്ടാ. എന്തെടാ എന്ത് പ്രശ്നമുണ്ടല്ലേ? പ്രശ്നമുണ്ടല്ലേ? കാണിക്കുന്നോ?
ഇത് സൗണ്ട് മാറും. പല്ലുണ്ടല്ലോ അമ്മോ. ഇത് സൗണ്ട് മാറും. അല്ലാട്ടിക്ക് ആവുന്നുണ്ടല്ലേ? എന്താ ഞാൻ കാര്യട്ടെ എനിക്ക് അത്ര സെക്കൻഡ് മാത്രമേ ഇഷ്യൂ വരുന്നുള്ളൂ. പക്ഷെ ഇത് ഞാൻ എത്ര ബൈറ്റ് എടുക്കുമ്പോ അത്രയും ബൈറ്റിൽ എനിക്ക് ഇഷ്യൂ വരുന്നുണ്ട്. ഒറ്റടിക്ക് കിട്ടുന്ന സാധനം പ്രതീക്ഷിക്കാണ്ട് ഇത് നിനക്ക് മനസ്സിലാവും കിട്ടേണ്ടത്. ഞാൻ കഴിക്കട്ടെ. കിടക്കാൻ തുടങ്ങി. അകത്തോണ്ടാ 10 ഞാൻ 10 വെച്ചു. ഞാൻ 10 മിനിറ്റ് കഴിച്ചിരുന്നു. നീ എന്തിനാ വിട്ടാ കഴിച്ചോ. ഇവിടെയാണ് എനിക്ക് കാണുന്നത്. അങ്ങ് തീർക്ക് ശാചേട്ടാ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും രണ്ടാണെങ്കിൽ എന്ത് ചെയ്തു? എത്ര ബൈറ്റായി? 1 വെച്ചു. ഇതിപ്പോ എത്ര ബൈറ്റായി? കഴിഞ്ഞു നിർത്തിയ? ഇല്ല ഇനി 5 ബൈറ്റ് ഉണ്ട്. എന്തായാലും ഞാൻ 3 എടുത്ത് തോരല്ലോ. ഇനിയിപ്പോ എനിക്ക് ആസ്വദിച്ച് കഴിക്കാലോ. എന്തായാലും തോക്കും. കാരണം ഇവൻ 2 പേര് ചെയ്തു, ഞാൻ 2 പേര് ചെയ്തു. ഒറ്റ ബൈറ്റ് തീർക്കണം. അപ്പൊ ഞാൻ പറഞ്ഞെ ഒറ്റത്തിൽ തീർക്കണം. പറ്റിയില്ല. ഒയ്യോ തുപ്പിക്കോട്ടെ. അതെ ഇവിടെ തുപ്പാനുള്ള അവസരമുണ്ട്. തുപ്പാനുള്ള അവസരം കൈ വിടുക. തുപ്പാനുള്ള അവസരം ഉണ്ട് കേട്ടോ. ഇവിടേക്കുണ്ടാവും. ഇതൊക്കെ വരും. ഇവിടേക്ക് വരും. ഇവിടൊക്കെ ഒരു ചൊറിച്ചില് പോലെ തോന്നും. അതിന് തുപ്പി കളഞ്ഞ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു കേട്ടോ. തുപ്പി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അത് വേണ്ട. നിന്നെ ഇവിടെ പറ്റാതെ എന്തിനാണ് തുപ്പടാ. നീ തുപ്പത് തുപ്പ്. ഇതുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? അത് പീസ് ഇല്ല. പക്ഷെ ഉണ്ടത്. അതുപോലെ കളി ഇതുണ്ട്. തന്റെ ഉണ്ടല്ലോ ഈ ഇത്രയും വലിയ പീസാ കിടന്നതിനകത്ത്. അത് താഴെയാണ് വീണത്. താഴെ എന്തിനിട്ട്? അല്ല അത് താഴെ. അത് താഴെ അതിനകത്തും ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കിലും ഉണ്ടായിരുന്നു ഐസ്ക്രീം. അത് ഞാൻ രണ്ടാമത്തെ വൈറ്റില് ഫുള്ള് തീർത്തു. ഉള്ളു തരുന്നത് അതിനകത്ത് മറ്റേതുള്ളൂ. ഞാൻ മരിച്ചടാ. അതിന് നിനക്ക് അറിയാം. കരച്ചു ഇവിടെ കൊളുത്തി പിടിച്ച്. അയ്യോ പല്ലല്ലോ മോനെ 15 തൊട്ട് ഇപ്പൊ എത്രയായി? 15 തൊട്ട് 3 ഇത്ര അടിച്ചോ? ജയിച്ചതാടാ. എന്താടാ കുഴപ്പമില്ല. പക്ഷെ കൊളാം. നൈസ് എക്സ്പീരിയൻസ് റൈറ്റ്? വല്ലാണ്ട്. ഓ അത് പിന്നെ കുഴപ്പമൊന്നുമില്ല. അത് 10 ബൈറ്റാ. ഇന്നും തീരൂല. അതൊന്നും കഴിച്ചോട്ടോ. നമുക്ക് അടുത്തത് എത്തിപ്പോയല്ല. കഴിക്കണ്ടോ? കിട്ടിയെന്നാ വേദനയാണെങ്കിൽ ഐസ്ക്രീം കഴിക്കാൻ സത്യം പറഞ്ഞ ഇവൻ മൊത്തം ഐസ്ക്രീം കഴിക്കാൻ നല്ലതാണോ? അപ്പൊ അത് ആ വേദന അറിയില്ല ആ സമയത്ത്. അത് മരച്ചിരിക്കും. അതിപ്പോ പിന്നെ പറിച്ചു കളയണം. സത്യം പറഞ്ഞ നീ കഴിക്കണമായിരുന്നു. ഞങ്ങള് കഴിച്ചതല്ല. കാരണം പല്ലുവേദന ഉള്ളവർ കഴിക്കുമ്പോ ഇല്ലേ നീ നിന്ന് കറങ്ങും. അല്ല പല്ലുവേദന നിർത്തിക്കോ. വേദന കൊണ്ടണ്ട. നിർത്താൻ കിട്ടിയതോ കിട്ടിയതോ ചുറ്റെന്ന് പറയാം. നമ്മള് പറയാം ചുറ്റവൻ. സെക്കൻഡ് റൗണ്ടിലെ വിന്നർ എന്ന് പറയുന്നത് ഗോവിന്ദനാണ്. അപ്പൊ 1-1-0. ഓക്കെ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് റൗണ്ട്. സോ ഗയ്സ് നെക്സ്റ്റ് റൗണ്ട് വന്നേക്കുന്നത് എടാ അതൊന്നും അങ്ങനെ പറ്റൂലേ. ഏയ് എന്ത് ഇതല്ലേ എന്തോ ആളെ കാണിക്കുന്ന അബി. അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ചെയ്യുന്നേ? പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ. ഗൈസ് ജക്കുവിനെ നോക്കി ആരും അനുകരിക്കാൻ നോക്കരുത്. പറ്റത്തില്ല. ആരെ കൊണ്ടും പറ്റത്തില്ല. സോ ഗയ്സ് ഇപ്പൊ ഇതാണ് ഇത് വരുന്നത്. പേരക്കാണ് നമ്മുടെ ഫസ്റ്റ്. താനിപ്പോ എന്താ കാണിച്ചേ? ഞാൻ വീണ്ടും കുട്ടീനെ ഡിസ്റെസ്പെക്റ്റീവ്ലി ചെയ്തത്. ഇയാളത് ഞാൻ കാണിച്ചു എനിക്കങ്ങനെ കുഴപ്പമില്ല. താനിപ്പോഴും വീഡിയോ തന്നെയല്ലേ കാണിച്ചേ. അടുത്തത് ഏതാ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ കുത്തി കൊന്ന് എത്ര അടി തീർക്കും? 50. ഇല്ല ഒരു 4 ബൈറ്റിൽ കണക്കെടുക്കുന്ന ഒരു 8. 8 തീർക്കും. ഇല്ലേ പറ 8 തീരും. പിന്നെ നീ പറ. എല്ലാരും ഊഹം വെച്ച് പറഞ്ഞ എനിക്കറിഞ്ഞൂടാ. ഞാൻ തന്നെ തൂക്കുന്നു എനിക്കറിയാം. ഞാനൊരു 8. ബ്രോ എത്രയാ? 4 വന്നല്ലോ. എന്നാ 4 വന്നല്ലോ പറഞ്ഞ വീട്ടിൽ. 7. ഞാൻ ഒരു കാര്യം വിടും. ഇത്
അല്ലല്ലേ ഇത് ഒരു കടിയോ ബൈറ്റ് മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ മറ്റേ കടിച്ച് അങ്ങനെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ 6. ഓക്കെ, തോറ്റ്. അപ്പം എനിക്കൊരു കുറുവിനോട് പറയാനുണ്ട്, എന്റെ വാ ഉടക്കി ആശുപത്രി കൊണ്ടുപോകണം, പൈസ ഇല്ല, എല്ലാ കുറുവും എല്ലാം കമ്പനി പോകാൻ നോക്കണം, എന്റെ ഇവിടെ ഉടക്കും. അപ്പൊ കൊമ്പൻ തുടങ്ങിക്കോ. ഞാൻ തുടങ്ങണ്ടേ? എത്ര കട്ട് ചെയ്യാം? 8. ആ മരിച്ചു. ലോക്കാവല്ലേ കേട്ടോ. ആ ഇത് ഈസി ആണല്ലോ. നിന്റെ വായല ഇപ്പഴേ വിചാരിക്കോ. ഞാൻ തുടങ്ങുമ്പോ എല്ലാവരുടെയും ഫസ്റ്റ് ബൈറ്റ് എടുക്ക്. ആ പല്ല് അവിടെ എടുത്ത് അടിച്ച് ചെള്ള വിളിക്കുക. കാണിക്കണം കേട്ടോ നമ്മളെ. അയ്യോ ഇതൊന്ന് കടിക്കാം. അന്നേ രണ്ടായോ? പഴത്തെ ഹാർട്ടേ. കടിച്ചോ അപ്പൊ തന്നെ താഴെ പോയതാ. ഞാൻ അപ്പൊ എന്ത് ചെയ്യാനാ? കടിച്ചില്ലേ? അപ്പൊ ഉള്ളല്ലേ? അല്ല വായിലൊക്കെ ഫുള്ളിട്ട് കഴിച്ചോ, കുഴപ്പമില്ല. അഞ്ചു പേര് തീർന്നു, പക്ഷെ എത്ര പറഞ്ഞേ? 7 അല്ലേ? ഇയാൾ 6 പറഞ്ഞേ. ഇയാൾ 6 പേരിനുള്ളിൽ തീർത്ത ഇയാൾ തീർക്കും, ജയിക്കും. ഓക്കെ, ഞാൻ എന്റെ 4ാമത്തെ അടി. ഇപ്പൊ കഴിച്ചിട്ടും കാര്യമൊന്നുമില്ല. കഴിച്ചോ? കഴിക്ക് ആ കഴിക്ക്, കഴിക്കണം. നിന്റെ ഇത് കഴിക്ക്. കൈ കാണിക്കടാ. എത്രേ? 4. ഓക്കെ, എൻ്റെ 5ാമത്തെ കടി കേട്ടോ. ആ കേറി 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 10 കേറുവാ കേറുവാ. തുപ്പികളാ. കടിച്ചോ 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 കടിക്കുക കടിക്കുക. കൊമ്മ വിട്ടിട്ട് വിട്ട് കളയത്തില്ല. അത്രേ ഉള്ളൂ. കൊമ്മ ഫുള്ള് ഗ്രാഫ് ആയിട്ട് കൊടുക്കേ. ഞങ്ങൾക്ക് ഇത് മൊത്തം തിന്നാളെ. ഇതെന്താ ചെറിയ പീസ് കൊണ്ടിരിക്കുന്നത്? കഴിയണ ഇല്ല കഴിക്കാൻ കൊമ്മ കഴിക്കാം. ചാവയ്ക്ക് എന്താ കൊമ്പ അത്? തരപൂത്തിയാ ഒന്നും ഉണ്ടായില്ല നിനക്ക്. രണ്ടായിരം ചെലവേണേ മന്തി പിടിച്ചേ. രാജ ശിവകാമി അങ്ങനെ ഇങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ ഒന്നുകൂടെ. ആ ഹനുമാനായി ഗൈസ്. അപ്പൊ ഈ റൗണ്ടില് ബ്രോ അത് കഴിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇത് ഇന്ന് തീർക്കാനുള്ള ചലഞ്ചാ. ഇതെല്ലാരും കഴിച്ചു. നീ എന്താ 24 hours ചലഞ്ചാ? വയ്യല്ലേ അപ്പൊ കിട്ടിയതോ? എന്തായാലും ഇപ്പൊ ജയിക്കത്തില്ല. ഇയാള് ജയിച്ചു ഗൈസ്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഉള്ള സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ബൈറ്റ് 5 ബൈറ്റ് 4 എടുത്തുള്ളൂ. 4 എടുത്തുള്ളൂ. ഇപ്പൊ 4 ബൈറ്റ് ആണ് ആശ എടുത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജക്ടമൈമിയാണ് വിൻ ചെയ്തിരിക്കുന്നത്. ജക്ടമൈമി ഇത് വൺ ആൻഡ് ഉള്ളി തീറ്റ പണ്ടാരം. മികച്ച സമയം കിട്ടി സംസാരിക്കാൻ. നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ഫോർത്ത് റൗണ്ടിൽ എത്തിയിരിക്കുന്നത് മുട്ട പപ്സ്. എഗ് പപ്സ്. ഇത് ഓരോരുത്തർ 1 by 1 ആയിട്ട് കടിച്ചാൽ മതി കേട്ടോ. എത്ര ബൈറ്റാ? 2 ബൈറ്റ് തീർക്കണം. വലിയ ഔട്ടായി. 2 ബൈറ്റ് തീർക്കാൻ പറ്റും. നിങ്ങളൊക്കെ ഒറ്റ ബൈറ്റ് തീർക്കും. ഞാൻ റിസ്ക് എടുക്കാം. 1 ബൈറ്റ്. ഓക്കെ ബ്രോ പറഞ്ഞോ. അല്ല ബ്രോ പറഞ്ഞോ. 2 ഒറ്റ ബൈറ്റാ? 2. ഞാൻ പറയുന്നത് അല്ല ഇനിയിപ്പോ ഞാൻ എന്തായാലും 2 പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഞാൻ ഇത്തിരി ബുദ്ധിപരമായിട്ട് കളിക്കാൻ പോവാ. 5 പറയും. ഞാൻ 5 പറയും. കാരണം എന്താ പറയാ
പിന്നെ നിങ്ങൾ രണ്ടില് തീർത്തില്ലെങ്കിൽ ഞാൻ ജയിച്ചല്ലോ. കാരണം എനിക്ക് 5 മിനിറ്റിനുള്ളിൽ തീർത്താൽ മതി. അത് കൊള്ളാം. നീ അഞ്ച് മിനിറ്റ് ആര് പറഞ്ഞു രണ്ടിൽ തീർക്കത്തില്ല? ഞാൻ ഒറ്റ വൈകി തീർക്കില്ല. കണ്ടാ മതി. ആ അഭി കഴിക്കുക. ഒറ്റ വൈറ്റാണ്. ഒറ്റ ബൈറ്റാ എനിക്ക് അറിഞ്ഞൂടാ. അവൻ ചാവാൻ പോവാ. അതെന്താ ടൈപ്പ് കണ്ടേ? എന്നെ കാണിച്ചേ. നിങ്ങള് വാ തുറന്നോ. വാതറതയാ അഭി ഒടിച്ചു വാങ്ങിക്കും. ഒടിച്ചു വാങ്ങിക്കും. ആ അങ്ങനെ ജയിച്ച്. ഇല്ല അവൻ ഇറക്കില്ല നോക്കട്ടെ. ഇറക്കോ തുപ്പോ ചാവോ നോക്കണ്ടേ? ചാവോ നോക്കാം. ഇല്ല അവൻ ഇറക്കണ്ടേ. ചിരിപ്പിക്കല്ലേ മൂക്കിക്കൂടെ വരും. അയ്യോ നമ്മുടെ എഡിറ്റപ്പോയെ പോയേ. ബ്രോ തുടങ്ങിക്കോ. ബ്രോ തുടങ്ങിക്കോ. അമ്മ അടിച്ചിട്ടുണ്ട്. അല്ലല്ല അവൻ തുപ്പിയപ്പ ഞാൻ ഔട്ട് പിടിക്കും. ഓ ഒന്നുമില്ല ഇനി ഒന്നും വായിൽ തൊടാനേ പറ്റത്തില്ല. തൊട്ടാ ഔട്ടാ. ആ പോയി ഒന്നേ. കുഴപ്പമില്ല കഴിക്കില്ല. അത് കുഴപ്പമില്ല. അത് കഴിച്ചോ. മുട്ട പോയെ ബേസാലോ പോയെ. എന്താണത്? ഇത് ഏത് ജീവി? പറ്റൂടാ പറ്റും വരണ്ടത് കടിച്ചു തീർക്കും. മറ്റേ അപ്പത്തേക്കും വരും. അവതേ മറ്റത് അടിയുള്ള കടിക്കാം. എന്നാലേ പോകുന്നത്. അടിയിൽ നടക്കൂടെ? എങ്ങോട്ടാ പോണേ? അടിയുള്ള ഇറക്കും പയ്യെ. അത് സൂക്ഷിച്ചോ. ഇനി ഒരു പീസും കൂടി എടാ ഇനി ഒരെണ്ണം കൂടി പുറത്തു പോയ സീനാണ് കേട്ടോ. അല്ല അത് ഓൾറെഡി നീ എടുത്തു അത് എനിക്കറിയാം. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് ജയിക്കാം. ഇതുണ്ടാവും നോക്കാം. റിസ്ക് എടുക്കാം. അതെന്തായാലും കടിക്കും. തൊണ്ടൊക്കെ ഇറങ്ങി പോകണ്ടോ എന്തോ. എന്താ ഇത് തട്ടി കൊടുക്കണോ തലയില്? വയറ്റിലല്ലോ ഒഴിഞ്ഞു കൊടുക്കണം. എനിക്ക് പറ്റുന്നില്ലയോ ഈസായിട്ട് ചവയ്ക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി. എനിക്കതാ ഞാൻ മാക്സിമം ഈസായിട്ട് ചവച്ചിറക്കാൻ നോക്കി. പക്ഷെ നടക്കുന്നില്ല. ഈ പല്ല് തട്ടി. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ തുപ്പുന്നുള്ളത്. എനിക്ക് അതുകൊണ്ടാണ് നാക്കൊണ്ടായിട്ട് കളഞ്ഞെടുത്ത്. എന്നാ പിന്നെ എനിക്ക് 5 കടി. ഞാൻ പയ്യെ കടിച്ചോട്ടെ. ജയിച്ചു പറഞ്ഞു. അങ്ങനെ നിങ്ങളൊക്കെ നല്ല പപ്സ് അല്ലേ? നല്ല പിന്നെ പപ്സ് കേട്ടോ. പക്ഷെ മൊത്തത്തിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് കൊള്ളാം. മൊത്തത്തിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് കൊള്ളാം. പക്ഷെ പകുതി ഇറങ്ങി പോകുന്നുണ്ട് അറിയത്തില്ല. ഇവരിപ്പോ ചോര എടുത്ത് കുടിച്ചു. ഞാൻ കാര്യം വേണ്ടേ അപ്പൊ നിങ്ങൾ തമ്മില് എന്തായാലും രണ്ടും ടൈ ആയിപ്പില്ലേ? ഒരു പോയിന്റ് 1500 ഷെയർ ചെയ്യാം. അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ ഗോവിന്ദനും ജക്ടറും ഒരേ പോയിന്റ് വന്ന സ്ഥിതിക്ക് സ്റ്റോൺ പേപ്പറിലാണ് ജയിക്കുന്നത് നോക്കാൻ പോകുന്നത്. ഔട്ട് ഓഫ് 3 അല്ല ഔട്ട് ഓഫ് 5 കളി. സ്റ്റോൺ പേപ്പർ സിസർ. ആ ഒന്ന് സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. 2 സ്റ്റോൺ പേപ്പർ സിസർ. 3 സ്റ്റോൺ പേപ്പർ സിസർ. 4 ഞാനൊരു കാര്യം പറ്റേ ഇവിടെ സ്റ്റോൺ പേപ്പർ കളിയൊക്കെ അയാൾ മനസ്സിലാക്കി തന്നെ പഠിച്ചു. സ്റ്റോൺ പേപ്പർ എന്നെ പഠിക്കുന്ന പോലെ നടക്കൂല. അതൊക്കെ ഇങ്ങനത്തെ കളികളിലൊക്കെ അയാൾ ഭീകരണ. കറക്റ്റ് 5 വൈറ്റ്. അതൊന്നല്ല എന്തായാലും എന്നെ കൊണ്ട് ഒരു അടി നടക്കൂലെന്നറിയാം. നിങ്ങൾക്ക് രണ്ട് അടിയിൽ എന്നെ കൊണ്ട് നടക്കത്തില്ല. അപ്പൊ നിങ്ങൾ 2 അടി പറഞ്ഞു. ഇനി നിങ്ങളെ കൊണ്ട് 2 അടി നടന്നില്ലെങ്കിൽ ഞാൻ ജയിച്ചേനെ. ഞാൻ ടാക്ടിക്കലായിട്ട് കളിച്ച പക്ഷേ പക്ഷെ ഞാൻ നാക്ക് വെച്ചൊരു ഒരു കറക്കല്. ഞാൻ വേറെ കാര്യം പറ്റേ നിങ്ങൾ 2 പേരും തോറ്റാണ് ഇപ്പൊ തുപ്പിക്കട്ടോണ്ടായി. എനിക്കിവിടെ അവനാണ് അവർ ഒരു ഒറ്റക്കടിയെ പറഞ്ഞുള്ളൂ. അപ്പൊ അവൻ 1 കടിയിൽ തീർത്തേ അവൻ ജയിച്ചാണ്. ഭയങ്കര വിജയം. എനിക്ക് ഈ സൈഡ് ചവയ്ക്കാൻ പറ്റാതായി പോയി. ഞാൻ പെട്ടുപോയി. കറക്റ്റ് കടി കറക്റ്റ് ഇവനാണ് ശരിക്കും പോയിന്റ് കൊടുക്കുന്നത്.
ബാക്കി വേണമല്ലോ, ഞാൻ ഫൗൾ കാണിച്ചല്ലോ. ബാക്കിന് വേണമാണ്. നിങ്ങൾ രണ്ടടി വന്നിട്ട് ഒറ്റക്കടി തീർത്തില്ലേ? ഇവൻ ഒറ്റക്കടി വന്നിട്ട് ഒറ്റക്കടി തീർത്തില്ല, രണ്ടടിയിലും എടുത്തേ. ഞാൻ അഞ്ചടി തീർത്തില്ലേ? പാറയുടെ ഒരു ബോണസ് 5 പോയിന്റ്. പിന്നാളാ ഈ പൊടിയൊക്കെ അവരോട് എടാ റിയൽ വിന്നറ് മീശ പിരിക്കണം. നീച്ചല്ലേ പൊടി അപ്പൊ ഈ റൗണ്ട് ഞാൻ ജയിച്ചു. ഗൈസ് അപ്പോ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഗോവിന്ദന് 2 പോയിന്റ് ആൻഡ് ജക്ടർമാമിക്ക് 2 പോയിന്റ്. ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ പോവാണ് ഗൈസ്. ഇതിനകത്തൊരു വൻ ഏറ്റുമുട്ടലാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. രണ്ട് കടികൾ ഗൈസ്. അങ്ങനെ നമ്മുടെ 5th റൗണ്ടിൽ എത്തിയിരിക്കുന്നത് വേറൊന്നുമില്ല, സാൻഡ്വിച്ച്. ഇതിലൊക്കെ എങ്ങനെ നിങ്ങൾ ഒരു പൈറ്റാണോ പറയാൻ പോണേ? ഒരു പൈറ്റാണോ പറയാൻ പോണേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, തള്ളി കയറ്റി അങ്ങ് കഴിച്ചാലോ? മാക്സിമം തള്ളി കയറ്റിക്കും, പറ്റുന്നത്ര തള്ളി കയറ്റിക്കും. ഐഡിയ സൂപ്പർ. അപ്പൊ എങ്ങനെ ഒരു പൈറ്റ് അല്ലേ? ആ ഇപ്പൊ പറഞ്ഞ ബ്രോയെ പറയണ്ടേ? ഒരു പൈറ്റ്. സീനോ 2 പോയിന്റ്. എത്ര? ഒരു പൈറ്റ് ഇല്ല, 2 വൈറ്റിലൊന്നും നടക്കൂല. ഇതൊക്കെ 2 പൈറ്റ് മിനിമം. അയാള് 2 വൈറ്റ് എടുക്കും. എത്ര? ഇതാരും എനിക്കാണല്ലേ 2 വൈറ്റ്? ഇതാരും എനിക്കാണല്ലേ 1 2 3 4 5 6 7 8 9 10 വൈറ്റ് എടുത്താലും ഞാൻ തീർക്കൂല. 1 2 3 5 5 തുറ. ഇവൻ അഞ്ചെടുക്കാണെങ്കിൽ നീ ഒരു 3 പറയാം. ആണോ? ഞാൻ 2. ഓ കോമ്പറ്റീഷൻ. ഞാൻ ഞാൻ ആദ്യം മുതൽ ആങ്കറിങ് ചെയ്തതായിരുന്നല്ലേ. അപ്പൊ എങ്ങനെ തുടങ്ങിയോ ഗൈസ്? അപ്പൊ എന്തായാലും നമ്മളിനി അത്യുഗ്രൻ പെർഫോമൻസ് ആണ് നമ്മുടെ. പക്ഷെ ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കടിക്കണം, ഒരേ ടൈമിൽ കടിക്കണം. കാരണം ഒരാളുടെ കണ്ടിട്ട് മറ്റേ ആളെ കടിക്കാൻ നിൽക്കണ്ട. അത് ശരിയാ. ഒരുമിച്ച് കളിക്കണം, ഒരുമിച്ച് കളിക്കണം. 3 2 1 കുത്തി കയറ്റൂടാ. തീർന്നു, തന്നെ തീർന്നു. ഇതൊരു സ്റ്റോൺ പേപ്പർ സിസ്റ്ററിലേക്കാണല്ലോ ഗൈസ് കളി പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും എടുത്തിട്ട് പിന്നെ ഒരു പൈറ്റ് ആണോ? 2 പൈറ്റ് ആണ്. അയാൾ സ്പീഡിൽ തീർത്തു കേട്ടോ. ബാക്കി എന്താ എത്ര സ്ലോ എന്തൊക്കെയാ? വോമിറ്റ് ചെയ്യാൻ കൂടി വരുന്നുണ്ട്. വോമിറ്റ് ചെയ്യാൻ വന്ന് ഇവിടെ എങ്ങനെ വോമിറ്റ് ചെയ്താ? പിന്നെ അതൊക്കെ ചെറിയ പീസല്ലേ ബ്രോ? എന്താണ് ബ്രോ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ഗായ്സ് അങ്ങനെ വീണ്ടും നമ്മുടെ ഒരു ഇവിടുത്തെ ഇപ്പൊ യുദ്ധം ത്രികോണ മത്സരമാണ് കേസ് ഇവിടെ വന്നിരിക്കുന്നത്. ത്രികോണ മത്സരം. ജക്ടർമേമി 2 ബൈറ്റ്, ഗോവിന്ദൻ 2 ബൈറ്റ് ആൻഡ് അബി 2 ബൈറ്റ് തീർത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഈ ഗെയിം കിട്ടിയതോ എന്നെ കൊണ്ട് ഇറങ്ങില്ലടാ. ഇതിനകത്തുണ്ടല്ലോ കഴിഞ്ഞ ബ്രോ. ഓക്കെ, പഞ്ചപിടുത്തൊന്നല്ല ബ്രോ. നമ്മളിപ്പോ എന്താ കളിച്ചേ? സ്റ്റോൺ പേപ്പർ സിസറല്ലേ കളിച്ചേ? അത് തന്നെ കളിച്ചേ. നമ്മള് 3 പേർക്ക് എങ്ങനെ സ്റ്റോൺ പേപ്പർ 3 പേരും കൂടി സ്റ്റോൺ പേപ്പർ കളിക്കും. അങ്ങനെയില്ല. ഇപ്പൊ നീ എന്തായാലും ജയിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അല്ല അങ്ങനല്ല, അതാ പോയിന്റ് ഇല്ല. ഒറ്റ പോയിന്റ് അവന് വേണേ ഒരു പോയിന്റ് ഫ്രീ ആയിട്ട് കൊടുക്കാം. നമുക്കൊരു പോയിന്റ് പോരെ. അവര് തമ്മിൽ കളിച്ചോട്ടെ. ഇനി അവര് ജയിച്ചോട്ടെ. ആരാന്ന് വെച്ചാ ബ്രോ എന്റെ അനുഗ്രഹം വേണോ? ആർക്കും എന്റെ അനുഗ്രഹം വേണ്ടേ? തോറ്റൂടെ. അപ്പൊ ജയിക്കും. Stone, pepper, scissors. Stone, pepper, scissors. ഒന്ന് Stone, pepper, scissors. 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 1 2 2 Stone, pepper, scissors. 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 3 3 Stone, pepper, scissors. 4 3 4 4 Stone, pepper, scissors. അതൊരു കംബാക്ക് ആയിരുന്നു. ഗൈസ് അപ്പോ എന്തായാലും ജയിച്ച ജക്ടർമേമിക്ക് ഇതിപ്പോ നമ്മൾ ഫേക്ക് നോട്ട് ആണെങ്കിലും നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഗൈസ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ബ്രോ ഗൈസ് 500
1000, 1500, 2000, 2500 രൂപ. എനിക്ക് തന്നെ എന്ത് ചെയ്തു? ഞാൻ എത്ര പൊക്കിയിട്ടുണ്ട് അപ്പൊ നീ അനുഗ്രഹിച്ചില്ലല്ലോ, നീ മറ്റനുഗ്രഹിച്ചല്ലോ. ഞാൻ അങ്ങനെ ചെയ്താലേ ജയിക്കുള്ളൂ. ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ ഈ ചലഞ്ച് ചെയ്തിരിക്കുന്നത് ജക്ടർ മൈമിയാണ്. അപ്പൊ ജക്ടർ മൈമി വെൽ ഡൺ, വെൽ പ്ലേഡ്. അപ്പൊ ഇനിയും വീണ്ടും വീണ്ടും ചലഞ്ചുകൾ ജയിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ഈ മാസത്തെ ആകെ രണ്ടാമത്തെ ജയല്ലേ, രണ്ടാമത്തെ ജയമാണ്. അപ്പൊ എന്തായാലും ഇനി പുതിയ പുതിയ ചലഞ്ചുകളെല്ലാം ജയിക്കാനായിട്ട് ബ്രോയ്ക്ക് എല്ലാവിധ ആശംസകളും എന്റെ ഭാഗത്ത് നേരുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട്